ഈ എഡിക്ഷൻ ഒരുപാടുണ്ട്. ഈ ലിക്കറിനോടായാലും സിഗരറ്റ്സിനോടായാലും ഡ്രഗ്സിനോടായാലും ഒക്കെയുള്ള എന്തുകൊണ്ടാണ് മനുഷ്യന് ഈ ഇത്തരത്തിലുള്ള വസ്തുക്കളോട് ഭയങ്കരമായിട്ടുള്ളൊരു എഡിക്ഷൻ വരുന്നത്? ഈ എഡിക്ഷൻ പാരമ്പര്യമായിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈക്കോളജിക്കൽ അണ്ടർലൈങ് ഡിസോർഡറിൻ്റെ ഭാഗമാണോ? അഡിക്ഷൻ എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയിലൊരു അഡിക്ഷൻ എന്ന് പറയുന്നതിനോട് ഓൾമോസ്റ്റ് 8ഓളം റീസൺസ് ഉണ്ട്. പക്ഷെ നമ്മൾ മേജറായിട്ട് നമ്മുടെ മോഡേൺ വേൾഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന 2-3 റീസൺസ്, ചിലർക്ക് ഇത് കംപ്ലീറ്റ്ലി ബയോളജിക്കലാണ്. ഇപ്പം അത് ഫാമിലീസിൽ അല്ലെങ്കിൽ ജീൻസിൽ ഓടുന്നുണ്ട്. ഇപ്പം ചിലരിപ്പം സിഗരറ്റ് സ്മോക്കിങ്ങോ അല്ലെങ്കിൽ ലിക്വർ കൺസപ്ഷനോ ഒക്കെ ഉള്ള ചില ക്ലയൻസിനോടൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ ഇതുപോലെ ചെയ്തിരുന്നു എന്ന് പറയുന്നവരുണ്ട്. സോ അഡിക്ഷൻ ജീൻസിൽ ഓടുന്നുണ്ട്. അതായത് ഫാമിലിയിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത തലമുറകൾ കുറച്ചുകൂടെ അഡിക്റ്റഡ് ആകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതായത് ഒരു സാധാരണ വ്യക്തിയെക്കാട്ടിലും കൂടുതൽ ആ ഒരു അഡിക്ഷനിലേക്ക് വീഴാനുള്ള ടെൻഡൻസി കൂടുതലുണ്ട് വെൻ ഇറ്റ് റൺസ് ഇൻ ദ ജീൻസ്. പക്ഷെ ചില സമയങ്ങളിൽ ജീൻസിൽ ഉണ്ടാകണമെന്നില്ല. അപ്പം അഡിക്ഷൻസ് പല കാര്യങ്ങളോടുള്ള അഡിക്ഷൻസ്, ഇപ്പം സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, പോണോഗ്രാഫി, കൂടുതൽ അഡിക്ഷൻസ് കണ്ടുവരുന്നത് ടീനേജിൻ്റെ ഓൺസെറ്റിലാണ് കണ്ടുവരുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറുണ്ട്. അതായത് നമ്മൾ വളർന്നു വരുമ്പം ആദ്യത്തെ ഒരു 8-10 വയസ്സ് വരെ നമ്മൾ നമ്മുടെ പേരൻസിനെ കണ്ടു വളരുന്നു. എൻ്റെ പേരൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, എൻ്റെ പേരൻസ് എങ്ങനെ ലോകത്തെ കാണുന്നു. സോ ആ സ്റ്റൈലാണ് ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ ഒരു ടീനേജിലേക്ക് കയറുമ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോൾ കുറച്ചും കൂടെ സൊസൈറ്റി ഒരു പിയർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്യൂസ് പിക്ക് ചെയ്യാൻ ക്ലയൻസ് നോക്കും, മനുഷ്യർ നോക്കും. അതായത് എൻ്റെ പേരൻസ് മാത്രമല്ല, എൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും കൂടെ കാര്യങ്ങൾ എനിക്ക് ഒപ്പിയെടുക്കണം. ആൻഡ് അതാണ് എന്നെ ഒരു പൂർണ്ണ ഇൻഡിവിജ്വൽ ആക്കുന്നത്. ദാറ്റ്സ് ബേസിക് ഹ്യൂമൻ ബയോളജി. അപ്പം ഒരു 11, 12, 13 വയസ്സുള്ള കുട്ടികളൊക്കെ ഫ്രണ്ട്സിനെ നോക്കി പഠിക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. ടീനേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ദേ ബിൽഡ് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്സ്. അപ്പം എൻ്റെ ഫ്രണ്ട്സിനിടയിലേക്ക് എനിക്ക് അക്സെപ്റ്റൻസ് വേണമെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും ചെയ്യണം. സോ എൻ്റെ ഫ്രണ്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്കൊരു സിഗരറ്റ് വെച്ച് നീട്ടിയാൽ ഞാനത് സ്മോക്ക് ചെയ്തെങ്കിൽ അവരുടെ ഗ്രൂപ്പിലേക്ക് ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടത്തുള്ളൂ എന്നുള്ള തോട്ട് പ്രോസസ്സുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡ്രഗ് കൺസ്യൂം ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഡ്രഗ് ഞാനും കൂടെ എടുത്തെങ്കിൽ മാത്രമേ ഐ വിൽ ബി അക്സെപ്റ്റഡ് ഇൻ ദാറ്റ് സർക്കിൾ. സോ അന്നേരം ആ ടെൻഡൻസി അവിടെ കൂടുതലാണ്. അപ്പം ആദ്യം ചെയ്യുന്നത് അത് ഒന്ന് അവരുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാവും.